AI Vijay എന്ന് പറഞ്ഞു. So hi guys. So hi guys, welcome back to the channel. അപ്പോൾ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ AI വിജയ് എന്ന് പറഞ്ഞ സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമുക്ക് കുറച്ച് ന്യൂസസ് ഉണ്ട് ആൻഡ് എല്ലാവരും അറിഞ്ഞു കാണും ലൈ ഓഫിന്റെ കാര്യങ്ങളൊക്കെ. ആൻഡ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ എയുടെ ഭാഗത്ത് കുറച്ച് ന്യൂസ് ഉണ്ട്. പിന്നെ മെറ്റയുടെ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആൻഡ് നമ്മുടെ സ്നാപ്ചാറ്റ് എല്ലാവരും അറിയാമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസസ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ബാക്ക് ടു ദ വീഡിയോ. സോ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലേ ഓഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. ഞാൻ ആ കമ്പനിയുടെ പേര് മാത്രം എടുത്ത് പറയുന്നില്ല. മെയിൻ ബീഡേഴ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്ര 200 പേരും കൂടിയിട്ട് 800 പേരെന്നൊക്കെയാണ് ഒറ്റയ്ക്ക് അടുക്കി ലേ ഓഫ് ചെയ്തെന്നാണ് ഫയർ ചെയ്തെന്നാണ് പറയുന്നത്. സോ ഇത് എത്രയും മാത്രം ലൈക്ക് ഞാൻ ഇത് എയുടെ കാര്യമല്ല, ലൈക്ക് അവരിങ്ങനെ പറഞ്ഞില്ല, സ്പെസിഫിക് ആയിട്ട് റീസൺ അല്ലേ, എന്തോ കമ്പനി അടച്ചു പോകുന്നു ആണെന്തോ പറഞ്ഞു, ഇവിടുത്തെ അത് നിർത്തി പോകാൻ ആണെന്തോ പറഞ്ഞത്. അത് കാരണം ഇത്രയും പേര് ലേ ഓഫ് ചെയ്ത് ഫയർ ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ന്യൂസിലൊക്കെ അതിൻ്റെ പ്രൊട്ടസ്റ്റൊക്കെ പോകുന്നുണ്ട്. പേഷ്യൻ ക്ലിയർ ആയെന്നൊക്കെ കേൾക്കണേ. എന്നാലും എന്തോ കോമ്പൻസേഷൻ തന്നു അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ലൈക്ക് ഇതേപോലെ ഒരു ജോലി പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? ലൈക്ക് ഇപ്പം അതിലെ ഒരു 60% ആൾക്കാരും ആ ഒരു ജോലിയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല. അതിനായിരിക്കും EMI, പിന്നെ റൂം റെൻറ്റ്, അതുപോലെ തന്നെ മേ ബി കാറ് അങ്ങനത്തെ ഒക്കെ ലോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ലോൺ EMIs ഒക്കെ ആ ജോലി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നുണ്ടാവുക. മേ ബി കുറേ പേർക്ക് സേവിങ്സ് പോലും ഉണ്ടാവത്തില്ല. സോ ഇതൊരു ലൈക്ക് റൈറ്റ് സ്റ്റിൽ കുറേ പേർക്ക് എനിക്കറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരും സേവ് ചെയ്യണില്ല. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതുപോലൊരു അവസ്ഥ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് നാളെ തൊട്ട് നിങ്ങൾ വരണ്ട, യു ആർ ഫയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി സർവൈവ്? സോ ഇതാണ് സംഭവം. പിന്നെ എന്തൊക്കെ ഇത് മുൻകൂട്ടി പറയാതെ ഫയർ ചെയ്തൊന്നും അങ്ങനെ പറയുന്നുണ്ട്. നോട്ടീസ് പീരീഡൊക്കെ വരുമല്ലോ. എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യങ്ങൾ. എനിക്ക് കോർപ്പറേറ്റ് കൾച്ചറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും അറിയത്തില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഇവരോടുന്നത് ലൈക്ക് അത് ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്. കാരണം ലൈക്ക് കുറേ പേരൊക്കെ ജോലി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത് എന്താ അതൊക്കെ പോയി. ഈ കോഴി കുക്കറിൻ്റെ ഫിസിൽ അതൊക്കെ ഉണ്ടാവും. ഗ്രാമപ്രദേശമാണ്. ഇവിടെ എങ്ങനെയാണ് ആസ് യൂഷ്വൽ. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മോർണിംഗ് ആണ്, അപ്ലോഡ് ചെയ്യുന്നത് ഒരു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ ആയിരിക്കും. സോ അതൊന്ന് പരിഗണിക്കുക. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്പ് ഇപ്പോൾ സ്നാപ്ചാറ്റ് അറിയില്ല. അപ്പോൾ അതിൻ്റെ കമ്പനി സ്നാപ്പ് AI സ്പെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. ലൈക്ക് ക്ലാസ് ഇത് ഇപ്പോൾ വന്ന ന്യൂസ് ഒന്നുമല്ല, ഏകദേശം 2-2.5 കൊണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ. ലൈക്ക് ഇതിൻ്റെ ഒരു ആ ന്യൂസൊക്കെ പോകുമായിട്ട് ഞാൻ ഇന്നലെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. ലൈക്ക് ഓക്കെ ഇങ്ങനെ സംഭവം ഉണ്ട്, ഇത്ര അടിപൊളിയാണെന്നുള്ളത്. ഇതിപ്പോൾ അവർ പറയുന്നത് മെറ്റയുടെ റൈവൽ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ സംഭവം നൈസാണ് ആക്ച്വലി. ഞാൻ കൊടുത്തേക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ. ലൈക്ക് സംഭവം ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും ആ കാര്യങ്ങളൊക്കെ മറ്റേ ഇൻ ഡിസ്പ്ലേ അല്ല, ലൈക്ക് ഗ്ലാസിൻ്റെ അകത്തുള്ള ഡിസ്പ്ലേ ഒരു ഡിസ്പ്ലേ ഒക്കെ വരും. പിന്നെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നോക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് നൈസ്. അതുപോലെ തന്നെ ലൈക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ട്. ലൈക്ക് എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ അടുത്ത ന്യൂസ് നമ്മുടെ മെറ്റയുടെ ഭാഗത്താണ്. മെറ്റ 2 കാര്യങ്ങൾ മെയിനായിട്ട് മെറ്റയുടെ ഭാഗത്തുള്ളത്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റയുടെ പുതിയ ഒരു AI മോഡൽ, ലൈക്ക് അവരുടെ പുതിയ മോഡൽ വരാൻ പോവാണ്. അത് ChatGPT 5.5 അത്രയും ലൈക്ക് കേപ്പബിൾ ആണെന്നൊക്കെയാണ് അവർ പറയുന്നത്. GPT 5.6 തന്നെ ഇറങ്ങി അതിൻ്റെ അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ GPT 5.5 എന്ന് പറയുന്നത് അത്യാവശ്യം പക്ക ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കും, അതിൻ്റെ അത്രയും കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്താവും എന്തോ വട്ടമേണൊക്കെ സംതിങ് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഞാനത് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ പേര് വരുമ്പോൾ മേ ബി മാറിയിരിക്കും അവരുടെ മോഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലെയിം ചെയ്യുന്ന മെറ്റയുടെ നെക്സ്റ്റ് വരാൻ പോകുന്ന മോഡൽ AI മോഡൽ എന്ന് പറയുന്നത് GPT 5 അത്രയും കേപ്പബിൾ ആണെന്ന് പറയണത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈക്ക് മെറ്റ ഒരു AI ക്ലൗഡ് ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് ഇപ്പോൾ മോസ്റ്റ്ലി ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഗൂഗിൾ, അതുപോലെ തന്നെ ലൈക്ക് AWS, പിന്നെ മൈക്രോസോഫ്റ്റ്, എസ്യൂർ അങ്ങനെ എന്തൊരു പറഞ്ഞ സംഭവമൊക്കെയാണ് മോസ്റ്റ്ലി AI ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് അപ്പോൾ അതിലേക്ക് മെറ്റ ഇറങ്ങാൻ പോവാണെന്നാണ് ഇപ്പം വരാറുണ്ട്. മെറ്റ എല്ലാത്തിലും ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ AI ഏജൻസിൻ്റെ പരിപാടി അങ്ങനത്തെ മിക്ക എല്ലാ പരിപാടിയിലും മെറ്റുന്നുണ്ട്. ഒരു വട്ടം തന്നെ ഈ
VR-ന്റെ പരിപാടി മറ്റേ VR-ന്റെ പരിപാടിയിൽ ഇരുന്നിട്ട് കുറെ ഫണ്ട് പൊട്ടിച്ചിട്ട് പിന്നെ അത് ബാക്ക് ഓഫ് ചെയ്തതാണ്. സോ മറ്റേ ഒരു അംഗത്തിനുള്ള പരിപാടിയാണ്. എൻ്റെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു, 2026 4GB റാം ഇറങ്ങിയിട്ടുണ്ട്. 4GB റാമിൻ്റെ ഫോൺ ഇറങ്ങിയിട്ടിരിക്കുന്നു 2026. അതും ചെറിയ ബ്രാൻഡ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വൺ പ്ലസ് 2026 4GB റാം, അതും പ്രൈസിങ് എത്ര 23,000 രൂപ. 4GB റാം 128GB വേരിയൻറ്റിന് 23,000 രൂപ. ബാറ്ററി ഉണ്ട് കേട്ടോ, 8000 mAh ബാറ്ററി. 23,000 രൂപയ്ക്ക് 4GB റാം. ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞോളൂ. ഇനിയിപ്പോൾ ഈ റാമിന്റെ പ്രൈസ് കാരണമാണോ, ഇനിയിപ്പോൾ അവരെന്തെങ്കിലും പറയാൻ വരികയാണോ, ലൈക്ക് ഇനി ഇതേപോലെ ആയിരിക്കും ഫോൺ ഇറങ്ങാൻ പോകുന്നത്, ഈ ഒരു പ്രൈസിങ് റേഞ്ചിലാണ് ഇനി ഫോൺ ഇറങ്ങാൻ പോകുന്നത്, അത് ഇനിയിപ്പോൾ വല്ല മാർക്കറ്റിംഗ് ടെക്നിക്കാണോ, അതെന്താ അറിയത്തില്ല. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. 2026 4GB റാം, ഗ്രേറ്റ്. എൻ്റെ അടുത്ത കാര്യം എല്ലാവരും അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ ഫേബിൾ 5 തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം കുറേ പേര് യൂസ് ചെയ്യുന്നു, കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈക്ക് വരുന്നുണ്ട്, ലൈക്ക് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ പബ്ലിക് ആയിട്ടുണ്ട്. മറ്റേ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ യൂസ് ഗവൺമെൻറ് പറഞ്ഞു ഇതിപ്പോൾ കുറച്ച് സെക്യൂരിറ്റി റീസൺ ഉണ്ട്, ത്രെട്ട് ഉണ്ട്. ഇതിലെ ഇങ്ങനെ 1000 days ഒക്കെ വന്നപ്പോൾ എന്തായിരിക്കും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഒന്നുമില്ല, ഫേബിൾ 5 എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ പറയുക. നല്ല പൈസയാണ് അതിൻ്റെ പ്രൊവേഷൻസ്, അതായത് പോക്കറ്റ്സൊക്കെ അപ്പം തന്നെ തീരാ, എന്ത് ചെയ്യാം. സോ അത്രേ ഉള്ളൂ. ഫേബിൾ 5 തിരിച്ചു വന്നിരിക്കുന്നത് ശക്തിയോടുകൂടി. പിന്നെ ന്യൂസ് എന്ന് പറയുന്നത് ന്യൂസ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതായത് ലൈക്ക് ഇപ്പോൾ ഈ AI ടാലൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വാറൊക്കെ നടക്കണം. അതായത് ആരുടെ കയ്യിലാണോ ലൈക്ക് AI അറിയാവുന്ന ആൾക്കാരുള്ളത്, ലൈക്ക് അത്യാവശ്യം നല്ല ടാലൻ്റുള്ള ആൾക്കാരുള്ളത്, അവർ ആ ഒരു കമ്പനിയിലേക്ക് മുന്നോട്ട് പോവുക. ഇപ്പോൾ കുറേ ഹെൽത്ത് ചിലർ റിസൈൻ ചെയ്തിട്ട് അവിടെ പോയിട്ട് വേറെ പോയി ജോയിൻ ചെയ്യുക, അങ്ങനത്തൊക്കെ നടക്കുന്നുണ്ട്. സോ സംഭവത്തിലുള്ള കോൺടാക്റ്റുള്ള, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ AI അറിയുന്നവർക്ക് ഇപ്പോൾ നന്നായിട്ട് ഹയറിങ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്കിൽ നിങ്ങൾ ഷോക്കേസ് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ അവരൊന്ന് പഠിക്കുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. സോ ഓക്കെ, അപ്പോൾ AI ന്യൂസസിൻ്റെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. കാരണം ലൈക്ക് ഇതല്ല, ഇതിൽ കൂടുതൽ പറയാനുണ്ട്. ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വീഡിയോ അല്ലേ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം നൈസായിരുന്നു. അപ്പം ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുകയാണ്. അത് എഡിറ്റ് ചെയ്ത് വരാൻ നല്ല ടൈം എടുക്കും, കാരണം എൻ്റെ റിസോഴ്സസ് കുറവാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നത്തെ കാര്യം എനിമയുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ സോളോ ലെവലിങ്ങിൻ്റെ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2027 സ്ട്രൈറ്റ് ചെയ്തത്. ഇപ്പോൾ മാറുമെന്ന് അറിയില്ല, ഇനി പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞില്ല, പക്ഷെ അവരൊക്കെ കറക്റ്റ് ഡേറ്റ് ആണ്. അതിപ്പോൾ 2027 സോളോ ലെവലിങ്ങിൻ്റെ മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കപ്പോൾ 2027 നമുക്ക് വരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിമൺസ് ഇൻഫിനിറ്റി ആസിഡ് പാർട്ട് 2. ഫസ്റ്റ് മൂവി തന്നെ കിട്ടില്ലെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് മൂവി സെപ്റ്റംബറിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സോളോ ലെവലിങ്ങിൻ്റെ പടം ഞാൻ മാങ്ക വായിച്ചതാണ് പറയും. ഇനി വരാൻ പോണ ആർക്കെന്നൊക്കെ പറയുന്നത് അത്രയും കിടുവാണ്. ആൻഡ് പിന്നെ വൺ പീസ് ന്യൂസ് അറിയാലോ എല്ലാവരും. വൺ പീസ് എൽബാഫ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്, മാങ്ക അതിലും കിടുവാണ്. ഇപ്പോൾ എൽബാഫ് ഗോഡ് വാലി എത്തുമ്പോഴേക്ക് തന്നെ, പിന്നെ ഗോഡ് വാലി പാടായിട്ട് ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. 28 സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, വന്നു കഴിഞ്ഞ് കിട്ടിലൊരു എക്സ്പീരിയൻസ് ആയി കിട്ടാൻ പോണത്. ആൻഡ് നമ്മുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഓക്കെ ODC ഇറങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബ്രാൻഡിലൂടെ മെസ്സി ആയിട്ടൊരു കൊളാബ് ഉണ്ടായിരുന്നു, നൈസായിരുന്നു. ബ്രാൻഡിലൂടെ 31-ന്. പിന്നെ അറിയാമല്ലോ നമുക്ക് ടോക്സിക്, പിന്നെ ഖലീഫ യാം ഗെയിം, അങ്ങനെ ഓണം പോയി നല്ല പൈസ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ സെപ്റ്റംബറിൽ സർദാർ 2, അത് PS മിത്രൻ്റെ പടമായ കാരണം മിക്കതും പോകും. പിന്നെ ജയിലർ 2 ഒക്ടോബർ 15. പിന്നെ ഓമും ആ ഒരു ടൈമിൽ തന്നെ. സോ പടങ്ങളിങ്ങനെ വരിയായിട്ട് വന്നിട്ടുണ്ട്. സോ പോണം, പോയി കാണണം എല്ലാം. ജനനായകൻ 2020 ലൈക്ക് ഈ ഒരു മാസം എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ, 23-24 പറയുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഫാഷൻ ടിക്കറ്റ് കയ്യിലുണ്ട്, പോണം. അന്നൊരു ദിവസം ഞാനിപ്പോൾ എന്ത് ചെയ്യും, വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി അത് വരുമോ എന്നൊക്കെ. സോ അത്രേ ഉള്ളൂ. എനിക്കറിയാം, ഞാൻ കുറച്ച് പറഞ്ഞ് വെറുപ്പിച്ചു. കാരണം വീഡിയോ ലൈക്ക് ഒന്നുമില്ല പറയാൻ, എന്നുവെച്ചാൽ ജസ്റ്റ് പറയാന്ന് വെച്ചാൽ കുറേ ഉണ്ട്. പക്ഷെ അത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവത്തില്ല, അത് കുറച്ചും കൂടി ഉണ്ട്. സോ എയുടെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ടാലൻസിനുള്ള ഒരു ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സൈഡിൽ വേറെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പഠിക്കുക, അല്ലെങ്കിൽ ബേസിക് ചില ഞാൻ ആദ്യം പറയുന്നില്ല. നിങ്ങൾ നന്നായിട്ട് നിങ്ങളായിട്ട് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമായിരുന്നു അത്.
സോ ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ്, ഞാൻ സൺഡേ ആയിട്ടാണ്, കാരണം ഞാൻ കുറച്ച് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. സോ എനിക്ക് ഒരു പ്രോപ്പർ ഷെഡ്യൂളിങ് ചെയ്യാൻ പറ്റില്ല. ചെയ്താലും ലൈക്ക് റിസോഴ്സസ് ലിമിറ്റ് ആയ കാരണം എനിക്ക് അതൊക്കെ അങ്ങനെ സെറ്റ് ആവുന്നില്ല. സോ അത്രയുള്ള കാര്യങ്ങൾ. ബൈ 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 ബൈ.